കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഓർത്ത് വേദനിക്കുന്നവരെ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, വിസ പുതുക്കാനുള്ളവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങൾ മാറാത്തവർ, എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലും ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. മക്കൾ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ചാപ്റ്റർ കോളേജ് ചെയ്യണം, കവർ ചെയ്യണം അല്ലേ. അപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അതർ ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ബാപ്റ്റിസ്റ്റ് ആണ്. നോൺ ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ചാൽ ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കൾ അവർ പള്ളിയിൽ വന്ന് ന്യായസ്ഥാനം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു നീതു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞേ. അപ്പോൾ അവൾ പറയുമ്പോൾ അവൾ ഈ പത്രം കൊടുക്കുകയും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം 10 ആൾക്കാരെ കൊടുക്കും. അപ്പോൾ അവൾ കൂട്ടുകാരത്തി പറയുവേ, ഇടി നീ 10 കിലോമീറ്റർ നടക്കണം, നാണമുണ്ട് അതിനൊക്കെ, നീ പഠിക്കേണ്ടതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നീതി പറയവേ, കർത്താവിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്. അപ്പം കർത്താവ് എൻ്റെ ജോലി ചെയ്യും.
അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയണത്. അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ PSCക്ക് അവൾക്ക് 1ാം റാങ്ക് കിട്ടിയത്. അപ്പം അത് അവർക്ക് ബോധ്യമുണ്ട് ആ സംഭവം. ഇത് എന്താ കുഴപ്പമെന്നറിയാമോ? നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവം എന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും. അതാണ് എൻ്റെ കുഴപ്പം. എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കുകയും ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പ്രവർത്തനം ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് ചില സാക്ഷിയൊക്കെ പറയത്തില്ലേ. ഇപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല, ഞാൻ നോക്കത്തുമില്ല. അത് എന്നുവെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും വിനയില്ലാത്തവരാണ്, ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതാ ഉദ്ദേശം പറഞ്ഞത്, ആധ്യാത്മികമായി കറക്റ്റല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും. ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭോ പ്രഭു, നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ, കള എങ്ങനെ രൂപപ്പെട്ടു? അത് ശത്രു ചെയ്ത പണിയാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ശത്രു തന്നെത്താൻ പറയും, എന്താ പറയുക, അതിപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥിച്ചതല്ല, എനിക്ക് എല്ലാത്തിനും പണ്ടേ മാർക്കുള്ള ആളാണ്, ഞാൻ ബുദ്ധിപരമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സാധനമൊക്കെ ഒരു 6 മാസം കഴിയുമ്പോൾ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തന്നിലേക്ക് തന്നെ ആ മഹത്വം വരും, തൻ്റെ ക്രെഡിറ്റായിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്. ആദ്യം വരത്തില്ല, ഒരു 6 മാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മളൊരു അതർ ഗോഡായിട്ട് മാറും. അത് ശ്രദ്ധിക്കണം. നമ്മളെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഇതൊക്കെ അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാണ് നിങ്ങൾ ആത്മീയ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിലല്ല, ദൈവം നിങ്ങളൊക്കെ ഒരിക്കലും വിട്ടുപോകത്തില്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഈ അനാട്ടമി സൃഷ്ടിച്ച ആള്
അല്ലെങ്കിൽ നമ്മുടെ മെയിൻ്റെ സ്ട്രക്ചർ വികാരമണ്ഡലങ്ങളെല്ലാം നിർമ്മിച്ചയാൾ, ആ ആൾ അതിൻ്റെ ഒരു നോഹൗ ജ്ഞാനസൂത്രങ്ങൾ, അത് കേടുപാടുകൾ എങ്ങനെ പോക്കണം, അതിനൊരു കേടുപാടുകൾ വന്നാൽ, ആ നിർമ്മിച്ച വസ്തുവിന് കേടുപാടുകൾ വന്നാൽ എങ്ങനെ പോക്കണം എന്നതിനെക്കുറിച്ച് സാധാരണ ഫിസിക്കൽ സയൻസിൽ ഇല്ലാത്ത കുറേ ഫോർമുല കർത്താവിൻ്റെ വചനത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. അവിടെ പേര് ലില്ലിക്കുട്ടിയാണ്, കൊല്ലം ലില്ലിക്കുട്ടി. നല്ല സാക്ഷ്യമാണ്. എന്നുവെച്ചാൽ അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രദറും കൂടി ഡൽഹിയിൽ താമസിക്കുകയാണ്. കൊല്ലത്തുകാരത്തിയാണ്, ഡൽഹി താമസിക്കുക. അപ്പോൾ ആങ്ങളയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഈ പെങ്ങൾ ഒറ്റക്കാ മുറിയിൽ. അപ്പോൾ അവൾക്ക് പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവൾ ഒരു കൂട്ടുകാരത്തി ആ ഫ്ലാറ്റിലുണ്ട്, അവരുടെ കൂടെ പോയി രാത്രി ഉറങ്ങും. ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ഞെട്ടി വിറച്ച്, പിന്നെ ബോധം പോയി, പിന്നെ പിച്ചുമ്പയും പറയാൻ തുടങ്ങി, പിന്നെ സൈക്കാട്രിയുടെ എല്ലാ ലക്ഷണവും, സൈക്കോയുടെ എല്ലാ ലക്ഷണവും കാണിക്കാൻ തുടങ്ങി. അവരെ പിന്നെ സൈക്കാട്രി കൊണ്ടുപോയി. അവർ പിന്നെ അതിൽ മെഡിസിൻ എടുക്കാൻ തുടങ്ങി. മെഡിസിൻ എടുക്കണതൊക്കെയാണ് സൈക്കാട്രി. ഈ ലേഡി മെഡിസിൻ എടുക്കണത് ഇപ്പം 26 കൊല്ലമായി മെഡിസിൻ എടുക്കുകയാണ്. നോട്ട് ദ പോയിൻറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ സൈക്കാട്രിക്ക് ഒന്നും ചെയ്യാനില്ല. കണ്ടല്ലേ, ഇവിടെ ഒന്നും ചെയ്യാനില്ല. 26 കൊല്ലമായിട്ട് അവർ മെഡിസിൻ എടുക്കുകയാണ്. അവർ ലൈഫ് പോയി. ഈ 26 കൊല്ലമായിട്ട് പ്രഖ്യാപിത വട്ടായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ചിലർ പറയും പിശാച് ബാധിക്കുക, ചിലർ പറയും വട്ടാണെന്ന് പറയും, ചിലർ മെഡിസിൻ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ പോവുകയാണ്. കാണുന്നവർക്ക് സഹതാപമല്ലാതെ വേറെ എന്താ ഉണ്ടാകണം, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇവർ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. 26 കൊല്ലം മരുന്ന് കഴിക്കുകയാണ്. മരുന്ന് കഴിച്ചിട്ട് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് മരുന്ന് ഏൽക്കണില്ല, ടാബ്ലറ്റ്സ് ഒന്നും ഏൽക്കണില്ല. അതിന് പകരം ഇവർ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയം സാധനം ഇതാണ്. 2 മേഖലയാണെന്ന് അച്ഛൻ പറയണത്. ഫിസിക്സും മെറ്റാഫിസിക്സും 2 മേഖലയാണ്, ലോജിക്കും ഫെയ്ത്തും 2 മേഖലയാണെന്ന് പറഞ്ഞ കാര്യം ലോജിക്ക് യുക്തി പരാജയപ്പെടുന്നിടത്ത് വെച്ച് വിശ്വാസം ജയിക്കും. പക്ഷേ വിശ്വാസം ജയിക്കണമെങ്കിൽ നമ്മൾ ഗ്രേസ് ഫീൽഡിലായിരിക്കണം. വെറുതെ വിശ്വാസം ജയിക്കത്തില്ല. വി മസ്റ്റ് ബി ഇൻ ദ ഫീൽഡ് ഓഫ് ഗ്രേസ്. ഉടമ്പടിയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നിങ്ങളെ ഗ്രേസ് ഫീൽഡ് നിങ്ങൾക്ക് ഒരു ഗ്രേസ് ഫീൽഡ് അത് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു പ്രസാദപരത്തിൻ്റെ ഒരു മേഖല മേഖലയിലേക്ക് നിങ്ങളെ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഉടമ്പടിക്കാശ്രൂപം. ഇവർക്ക് ഹിഡിനെസ് ഉണ്ട്, ഡിപ്രഷനുണ്ട്, എല്ലാ പരിപാടിയും എല്ലാ പണ്ടാരമുണ്ട്. മാനസിക രോഗികൾക്കുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഇവർക്കുണ്ട്. ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡി ചീർക്കുന്നു, പിന്നെ ഹിഡിനെസ്, ആരോടധികം കോണ്ടാക്റ്റ് ഇല്ല, ഇൻട്രോവർട്ട്, പലതരത്തിലുള്ള മാനസിക വൈകല്യങ്ങളാണ്. പക്ഷേ ഉടമ്പടിക്ക് ആശ്രയം എടുത്തിട്ട് പിറ്റേ ദിവസം ഉടമ്പടിക്ക് ആശ്രയം എടുത്തിട്ട് ഇവർ കൊന്തയിൽ അവർക്കങ്ങനെ തോന്നി. അത് തോന്നൽ തന്നെ കണ്ടാ പിറ്റേ ദിവസം ഉടമ്പടി എടുക്കാൻ പോയി. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എന്താ സംഭവിക്കണത്, പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഒരു സ്വരം ഇവർ കേൾക്കുകയാണ്. എന്താണ്? ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവരെന്താ സ്വരം കേട്ടത്? ഇവർ ഓർത്തത് ആ ഉടമ്പടി കാശുരൂപ എടുത്ത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക. സിമ്പിളായിട്ടൊക്കെ ഒരു സ്വരം, ഒരു തോന്നലാണത്. ആ ഉടമ്പടി കാശുരൂപ എടുത്തിട്ട് അത് കൊന്തയിലിട്ടിട്ട് കഴുത്തിലിടുക. ഇവർ കഴുത്തിലിട്ടതായിട്ട് അവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ സംഭവിക്കണത് കഴുത്തിലിട്ടതും പെട്ടെന്ന് പെട്ടസ് തല്ലി ഒരു പവർ ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതോടുകൂടി ഇവർ ഓക്കെയാവും. പെട്ടെന്ന് സംഭവം. അവർ സാക്ഷ്യം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിട്ടുണ്ട്, സാക്ഷിയിട്ടുണ്ട് അല്ലേ, കണ്ടില്ലേ നിങ്ങൾ? അതായത് ഉടമ്പടി കാശുരൂപം ശരീരത്തിൽ തൊട്ടതും
പെട്ടെന്നൊരു ശക്തി എന്നെ പറിച്ചോണ്ടെന്ന രീതിയിൽ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. 26 കൊല്ലത്തിന് ശേഷം ആ സ്ത്രീ സൗഖ്യപ്പെടുക, വിടുതൽ പ്രാപിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വെള്ളിയാഴ്ച ഓപ്പറേഷന് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങളവിടെ അഡ്മിറ്റായി. സാധാരണ ഓപ്പറേഷൻ കേസുകൾ ശനിയാഴ്ച ഒക്കെ ഫയലിൽ റിപ്പോർട്ട് ചെയ്യും. ശനിയാഴ്ച വൈകുന്നേരം വയറ് കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവളുടെ രേഖയിൽ അതൊന്നുമില്ല. ഞങ്ങൾ ഡോക്ടേഴ്സ് വന്നപ്പോൾ ചോദിച്ചു, ഡോക്ടറെ നാളെയാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കും, കാരണം മെഡിക്കൽ കോളേജിൽ ഞായറാഴ്ച ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഡോക്ടറോട് പോയി ചോദിക്കാം, നിങ്ങൾക്ക് തെറ്റ് പറ്റിയതായിരിക്കും, തിങ്കളാഴ്ച ആയിരിക്കും ഓപ്പറേഷൻ. ഞങ്ങൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ എന്നെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അവിടെ വെയിറ്റ് ചെയ്യ്, വേറൊരു ഡോക്ടർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ നാളെയാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഓപ്പറേഷൻ നാളെ തന്നെ നടക്കും. കാരണം ഡോക്ടർക്ക് എന്തോ നിങ്ങളോട് ഒരു അനുകമ്പ തോന്നി. നാളെ ഓപ്പറേഷൻ ഡേറ്റ് അല്ല, ഇത് കൊച്ചുകുട്ടി ആയതുകൊണ്ട് ഒരു കുഞ്ഞിക്കാലുണ്ടെങ്കിൽ ഡോക്ടർ വേറെ ഒന്നും നോക്കില്ല, അപ്പം തന്നെ യൂട്രസ് എടുത്ത് കളയും. കാരണം ഇത് കല്യാണം കഴിഞ്ഞ് ആകെ 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ ഓപ്പറേഷൻ നടക്കും, അമ്മ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോന്നു. കാരണം ഡോക്ടർ ദൈവം അവിടെ അമ്മ മാതാവ് വളരെ ഒരു കരുണ കാണിച്ചു. കാരണം റിപ്പോർട്ടിൽ എഴുതി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. കാരണം കൊറോണ സമയമായതുകൊണ്ട് അവിടെ വേറെ ഒരു കേസ് എടുക്കില്ല. അപ്പോൾ പെട്ടെന്ന് വയറുവേദന വന്നു, ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ആക്കണു, ഓപ്പറേഷൻ ചെയ്യണു. അങ്ങനെ ഞങ്ങൾ അവിടെ കാലത്ത് ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് ഓപ്പറേഷൻ നടക്കുമെന്ന് പറഞ്ഞു. 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, 4 മണിയായിട്ടും ഇവിടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ആയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, മെഡിക്കൽ കോളേജല്ലേ, പ്രസവത്തിൻ്റെ ആൾക്കാർ വരും, അവർക്കാണ് മുൻഗണന. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷന് തയ്യാറായി. ഓപ്പറേഷൻ തുടങ്ങി കഴിയുന്നതിന് മുമ്പ് ഡോക്ടർ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്ത് മേടിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഴ വലിപ്പമുള്ള മുഴയാണ്, ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ നിവർത്തിയില്ല, ഓപ്പറേഷൻ യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൊന്ത ചൊല്ലി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ തുടങ്ങി. ഇവളുടെ ബോധം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഇവൾക്ക് ബ്ലീഡിങ്ങും തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറയാണ് യൂട്രസ് എടുത്ത് കളയാതെ നിവർത്തിയില്ല എന്ന് പറയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് മേടിച്ചു. ഞാൻ കരച്ചിൽ, ഭർത്താവ് കരച്ചിൽ, ആങ്ങള കരയിൽ, ഹസ്ബൻഡ് തല കറങ്ങി വീഴണം, അങ്ങനെ ഭയങ്കര പ്രശ്നം. ഞങ്ങളെ കൊണ്ട് ഒപ്പിടി വീഴിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് വേണ്ട എൻ്റെ മോളെ നീ എടുത്തോ, എനിക്ക് തരണമെങ്കിൽ എല്ലാ അവയവങ്ങളോടും കൂടി അവളെ തന്നാൽ മതി, ഇല്ലെങ്കിൽ നീ എടുത്തോ. കാരണം എനിക്ക് അവളെ മകളായിട്ട് സ്വീകരിക്കാം, പക്ഷെ അവന് ഭാര്യയായിട്ട് സ്വീകരിക്കണമെങ്കിൽ എല്ലാ അവയവവും വേണം. അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ ഈ കൊന്ത പിടിച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണേ. ആശുപത്രിയാണെന്നൊന്നും ഞാൻ നോക്കണില്ല. ഞാൻ പറഞ്ഞു, നീ എടുത്തോ, എനിക്ക് വേണ്ട എൻ്റെ മകളെ, ഈ എല്ലാ അവയവങ്ങളോടും കൂടി തരണമെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർക്കും വിഷമമായി. ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാതിരിക്കും, ഞങ്ങൾ 1-2 ഡോക്ടേഴ്സല്ല, ഇവിടെ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് വഴിയുണ്ടാക്കാം. അങ്ങനെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ നടത്തി, ഭംഗിയായി അവളുടെ ഓപ്പറേഷൻ നടന്നു. യൂട്രസ് നീക്കം ചെയ്യേണ്ട വന്നില്ല. ഡോക്ടർ ഞങ്ങളെ കാണിച്ചു തന്നു. ശരിക്കും ഒരു പൊതിച്ച തേങ്ങയുടെ വലിപ്പമുണ്ടായിരുന്നു. വളരെ റിസ്കോട് കൂടിയാണ് അവർ ആ ഓപ്പറേഷൻ ചെയ്തത്. കാരണം യൂട്രസുമ്മ തൊട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഇടപെട്ട് ഞങ്ങളുടെ ആ മകളുടെ ഓപ്പറേഷൻ ഭംഗിയായി നടന്നു. പക്ഷേ ഇവളുടെ ഓർമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവർ പറയുമ്പോൾ യൂട്രസ് എടുത്ത് കളഞ്ഞു എന്നാണ് ഇവളുടെ ചിന്താഗതി. അപ്പോൾ വരുന്നവരോടും പോണവരോടും ഒക്കെ ഇവള് എൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞൂലേ എന്ന് പറയാം. അങ്ങനെ ഭാഗ്യത്തിന് 4 ഡോക്ടേഴ്സും കൂടി റൂമിലേക്ക് കയറി വരണേ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഓപ്പറേഷൻ ഭയങ്കര റിസ്ക് ആയിരുന്നു, ഞാനാണ് അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇവളിപ്പോഴും പറയണേ ഇവളുടെ യൂട്രസ് എടുത്ത് കളഞ്ഞു എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ പറയണേ, എൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് ഇങ്ങനെയായിരുന്നു, 3 മുഴയായിരുന്നു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, 3 കുട്ടികളുണ്ട്, നഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇവളിങ്ങനെയാണ് പറയണേ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, മോളെ നിൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞിട്ടില്ല, നിനക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അവൾ ഹാപ്പിയായി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ ഒരാഴ്ച കിടന്ന് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. പിന്നെ മാതാവ് ഒത്തിരി കാര്യങ്ങൾ, കടബാധ്യത കാര്യങ്ങളൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് എൻ്റെ മകന് വലിയൊരു സർജറി വേണ്ടി വന്നു. അവൻ ഷാർജയിലായിരുന്നു.
അവന് ഷോൾഡർ ഇറങ്ങണ ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ ഇവിടുന്ന് പോയപ്പോൾ ഇവന് ഉടമ്പടി തൈലവും 4 വർഷമായിട്ട് അവന് ഷോൾഡർ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി വേറൊരു നിവൃത്തിയില്ല, ഓപ്പറേഷൻ തന്നെയുള്ളൂ. അങ്ങനെ വ്യാഴാഴ്ച ഇവൻ വന്നു. ശനിയാഴ്ച പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. തിങ്കളാഴ്ച ഇവന് ഓപ്പറേഷൻ നിശ്ചയിച്ചു. ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഷാർജയിൽ ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഗൾഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്നാൽ അവിടെ മാത്രം അത് അപ്പോളോ ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചു. ഓപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് റിജക്റ്റായി, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പൈസ അടച്ചിട്ട് പോയിക്കോ, എന്നിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് പാസ്സായി പിന്നീട് നിങ്ങൾക്ക് ഇൻഷുറൻസ് പാസ്സാവുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശ് രൂപം സ്ഥിരം പിടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ മാതാവേ ഇല്ല, ഞങ്ങളുടെ 1 രൂപ പോലും ഇല്ല, 10,000 രൂപയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, അത് ഞങ്ങളവിടെ കെട്ടിവെച്ചു. ഞാൻ എൻ്റെ മോന് പൊട്ടിക്കരഞ്ഞു. അവൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, സിസ്റ്റേ 10,000 രൂപ കൊണ്ടുവന്നത്, ഞങ്ങൾ അത്ര പൈസക്കാരല്ല, പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിലേ പോവുള്ളൂ, ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അത് റിജക്റ്റായി, ഞങ്ങൾക്ക് ഇനി വേറെ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നു. അവരും വളരെയധികം വിഷമിച്ചു. കാരണം അത് ഡോക്ടേഴ്സിനും 2 കൂട്ടരും, കാരണം ഗൾഫ് ഇൻഷുറൻസ് ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും സാധിക്കില്ല. മോൻ 1 ദിവസം കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവനെല്ലാ കാര്യങ്ങളും ഫോൺ വരുന്നതും ഒക്കെ അവനാണ്. അങ്ങനെ അവർക്കും ഭയങ്കര വിഷമമായി. 2,64,538 ബില്ലാണ് റിജക്റ്റ് ആയേക്കണത്. ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞ്, ഞാനും മോനും കരച്ചിലായി. സിസ്റ്റേഴ്സിനും വിഷമായി. അവർ പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്കുക, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം, മാതാവ് നടത്തി തരും. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി. 1.5 ദിവസം കൂടി ഞങ്ങളവിടെ കിടന്നു. കാരണം ഞങ്ങളുടെ പൈസ ഇല്ല അടയ്ക്കാനായിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എൻ്റെ മോൻ സുഖപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. അങ്ങനെ 1.5 ദിവസത്തിന് ശേഷം അവർ ഡോക്ടേഴ്സും 2-3 ഇൻഷുറൻസുകാരും വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ബില്ല് പാസ്സായി. ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. റിജക്റ്റായ ബില്ല് പാസ്സായി വരുന്നത് ആദ്യമായിട്ടാണ്. പൈസ അടച്ച് അവർക്ക് പോവാം. പിന്നെ ഈ അവിടെ ചെന്നതിന് ശേഷം ഇവർ വഴി ആ ഇൻഷുറൻസ് ശരിയാക്കിയ കേസുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് റിജക്റ്റായ ബില്ല് പാസ്സായി വരുന്നത്. അപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. അതിന് 1000 നന്ദി പറയുന്നു. ഇപ്പം ഞാൻ കൈയൊടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ ശനിയാഴ്ച ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും